ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. കൺസെപ്റ്റ് ആണോ കോൺസെപ്റ്റ് ആണോ, കണ്ടൻ്റ് ആണോ കോണ്ടൻ്റ് ആണോ? യു ഓൾ ആർ വെൽക്കം ടു ഇംഗ്ലൂസ് അനദർ എപ്പിസോഡ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ പ്രധാനമാണ് ഇംഗ്ലീഷിലെ പ്രൊനൗൺസിയേഷൻ. കൃത്യമായി പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത്. സോ ഡേ ടു ഡേ ഇംഗ്ലീഷിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കോൺസെപ്റ്റ് ഓർ കൺസെപ്റ്റ്, കണ്ടൻറ്റ് ഓർ കോണ്ടൻറ്റ്. എങ്ങനെയാണിത് കൃത്യമായി പ്രൊനൗൺസ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. റിയലി ദിസ് ഈസ് കോൺസെപ്റ്റ്, നോട്ട് കൺസെപ്റ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോൺസെപ്റ്റ്? എ പ്രിൻസിപ്പിൾ ഓർ ഐഡിയ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് ഒരു ഐഡിയയെക്കുറിച്ച്, ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചൊക്കെയാണ്, ഒരാശയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് നോട്ട് കൺസെപ്റ്റ്, ഇറ്റ് ഈസ് കോൺസെപ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് beauty. I failed to grasp the central concept of the novel. I failed to grasp the central concept of the novel. നോവലിൻ്റെ സെൻട്രൽ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കോൺസെപ്റ്റ്. ദിസ് ഈസ് കോൺസെപ്റ്റ്, നോട്ട് concept. The next word, content. Content or content. There are two pronunciations. Both are different. What is content? The ideas that are contained in something. അതാണല്ലോ content എന്ന് നമ്മൾ പറയുന്നത്. So this is content. This is content. Everything that is contained within something. ഇപ്പോൾ ഒരു പാത്രത്തിലോ മറ്റോ ഒക്കെ ഉള്ള അങ്ങനെയുള്ള സംതിങ്, അതിനെയും നമ്മൾ കോണ്ടൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വി ടോക്ക്ഡ് അബൌട്ട് ദ കോണ്ടൻറ്റ്സ് ഓഫ് ദ ബുക്സ്. ദ കോണ്ടൻറ്റ്സ്. ഓക്കെ, ദെൻ അനദർ മീനിങ്, എവറിത്തിങ് ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ സംതിങ്. എന്തെങ്കിലും ഒരു പാത്രത്തിനകത്തോ മറ്റോ ഒക്കെയുള്ള കാര്യം, ഉള്ള വസ്തുക്കൾ, അതിനെക്കുറിച്ചും നമുക്ക് കോണ്ടൻറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദ കോണ്ടൻറ്റ് ഓഫ് ഹിസ് ബാഗ് സ്പിൽഡ് ഓൾ ഓവർ ദ ഫ്ലോർ. ദ കോണ്ടൻറ്റ്സ് ഓഫ് ഹിസ് ബാഗ് സ്പിൽഡ് ഓൾ ഓവർ ദ ഫ്ലോർ. സോ അത്തരം കോണ്ടക്സ്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കോണ്ടൻറ്റ്. അതിനങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യണം. അനദർ പ്രൊനൗൺസിയേഷൻ ഈസ് കണ്ടൻറ്റ്, നോട്ട് കണ്ടൻറ്റ്. Content. Okay, that means pleased with your situation. Pleased with your situation. നമ്മൾ സംതൃപ്തരായിരിക്കുന്ന മാനസികാവസ്ഥ. That is an adjective. Adjective ആണത് content. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് content. This is content. Okay, for example, he seems fairly content with his life. ജീവിതത്തിൽ കണ്ടൻ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് തോന്നുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മീനിങ് ആണ് കണ്ടൻറ്റ് എന്നതിനുള്ളത്. മറ്റത് കോണ്ടൻ്റ് ആണ്. സോ കോൺസെപ്റ്റ്, നോട്ട് കൺസെപ്റ്റ്. കോണ്ടൻറ്റ്, നോട്ട് കണ്ടൻറ്റ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രൊനൗൺസിയേഷനും ആക്സൻറ്റും ഒക്കെ പരമാവധി നന്നായി പരിശീലിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ആൾ ദ വെരി ബെസ്റ്റ്. Thank you. Bye-bye. Take care.